നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി അന്നമോൾ താൻ പഠിച്ച പാല സെൻറ് മേരീസ് സ്കൂളിലെത്തും. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അധ്യാപകരും കൂട്ടുകാരും ഉണ്ടാകും. തിങ്കളാഴ്ച രാവിലെ 9:30 പാല സെൻറ് മേരീസ് സ്കൂളിൽ മുണ്ടാങ്കൽ അപകടത്തിൽ മരിച്ച അന്നമോളുടെ മൃതദേഹം എത്തിക്കുക. 1 മണിക്കൂറോളം ഇവിടെ പൊതുദർശനമുണ്ടായിരിക്കും. സംസ്കാരം തിങ്കളാഴ്ച 12-ന് പ്രവിത്താനം സെൻറ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളിയിൽ നടത്തും. അന്നേ ദിവസം 11 മുതൽ പ്രവിത്താനം പള്ളി ഹാളിലും പൊതുദർശനമുണ്ട്. എരുമേലിയിൽ KSRTC ബസ് ഓപ്പറേറ്റിംഗ് സെൻ്ററും സ്റ്റാൻഡും പ്രവർത്തിക്കുന്ന സ്ഥലം 3 മാസത്തിനുള്ളിൽ ഒഴിയണമെന്ന് പാല സബ് കോടതി ഉത്തരവ്. സ്ഥലത്തിൻ്റെ ഉടമസ്ഥത അവകാശപ്പെട്ട് പൊൻകുന്നം ചിറക്കടവ് വൃന്ദാവൻ വീട്ടിൽ ഗോപി രാജഗോപാലും മക്കളും നൽകിയ ഹർജിയിലാണ് സബ് ജഡ്ജ് രാജശ്രീ രാജഗോപാലിൻ്റെ ഉത്തരവ്. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തുള്ള 50 സെൻറ്റിലാണ് 25 സർവീസുകളും 130 ജീവനക്കാരുമുള്ള ഓപ്പറേറ്റിംഗ് സെൻ്ററിൻ്റെ പ്രവർത്തനം. ശബരിമലയിലേക്ക് പോകാനുള്ളവർ ഇവിടെയാണ് ബസ് ഇറങ്ങുന്നത്. ഓഫീസ്, ടിക്കറ്റ്, ക്യാഷ് കൗണ്ടർ, യാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രം, ജീവനക്കാർക്കും യാത്രക്കാർക്കുമുള്ള ശുചിമുറികൾ എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഗോപി രാജഗോപാലിൻ്റെ ഭർത്താവ് പരേതനായ PR രാജഗോപാൽ 1977 50 സെൻറ്റ് താൽക്കാലിക ഉപയോഗത്തിനായി KSRTCക്ക് അനുവദിച്ചതാണ്. ശബരിമല തീർത്ഥാടന കാലത്ത് ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായിരുന്നു ഇത്. സ്ഥലം തിരിച്ചു കിട്ടണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഒഴിയാൻ KSRTC തയ്യാറായില്ല. ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയിൽ പാട്ടത്തിനാണെന്നും ബോർഡിന് 1000 രൂപ വാർഷിക നിരക്കായി നൽകുമെന്നും വാദിച്ചു. PR രാജഗോപാലിൻ്റെ പേരിൽ 1996 പട്ടയം അനുവദിച്ചപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അപ്പീലിനൊപ്പം ഇതു സംബന്ധിച്ച പാട്ടക്കരാർ ഹാജരാക്കിയിരുന്നില്ലെന്ന് മറുഭാഗവും വാദിച്ചു. CPIM പഴയരിക്കണ്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗവും കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് CPIMൽ ചേർന്നവർക്ക് സ്വീകരണവും നൽകി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി സ്വീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. CPIM പഴയരിക്കണ്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗവും കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് CPIMലെത്തിയവർക്ക് സ്വീകരണവും നൽകി. പഴയരിക്കണ്ടം പള്ളി സിറ്റിയിൽ നടന്ന പരിപാടിയിൽ റോബിൻ ആലക്കൽ അധ്യക്ഷത വഹിച്ച യോഗം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇന്ന് BJP ആണെങ്കിൽ നാളെ കോൺഗ്രസ് ആണ്, ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP ആണ്. എന്തുകൊണ്ടാണ്? BJP ഈ രാജ്യത്തിന് മുമ്പിലേക്ക് ഉയർത്ത മുദ്രാവാക്യം എന്താണെന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1936 ഒരുക്കിയ ഗോൾവാക്കർ വിചാരധാര എന്ന് പറയുന്ന RSSന്റെ മുഖമാസി എഴുതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ രാജ്യം ഒരു സവർണാധിപത്യ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കപ്പെടേണ്ട രാജ്യമാണ്. ആ സവർണാധിപത്യ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് മുമ്പിൽ 3 ആഭ്യന്തര ശത്രുക്കളുണ്ട്. ഒന്ന് ക്രിസ്ത്യാനികളാണ്, മറ്റൊന്ന് മുസ്ലിങ്ങളാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ്. പറഞ്ഞേക്കറിയാം, മക്കയെ പുണ്യസ്ഥലമായി സ്വീകരിക്കുന്ന മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തിലാണ്. ദീർഘകാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ജിൻസ് ജോർജ് മുത്തനാടിനെയും സഹപ്രവർത്തകരെയും CV വർഗീസ് ചെങ്കൊടി നൽകി പാർട്ടിയിൽ സ്വീകരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. അഭിവാദ്യം അർപ്പിച്ച ഏരിയ സെക്രട്ടറി PB സബീഷ്, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CB പേന്താനം, ജോഷി മാത്യു, ദിലീപ് ET, എബിൻ ജോസഫ്, മനോജ് TD, ഉഷ മോഹനൻ, ശശി കന്യാലിൽ എന്നിവർ സംസാരിച്ചു. നിരവധി CPIM പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. മതേതര ഭരണഘടനയിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്ക് രാജ്യം നീങ്ങുന്നതിൻ്റെ പ്രകടമായ തെളിവാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കുറ്റപത്രമെന്ന് RJD ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വ്യാജ കേസിൻ്റെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് RJD ജില്ലാ കമ്മിറ്റി കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൽ നടത്തിയ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രപതി ഇടപെടണം. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കരുതെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തിയിട്ടും കന്യാസ്ത്രീകളെ മർദ്ദിച്ചിട്ടും ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ഇനിയും നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. RJD ജില്ലാ പ്രസിഡന്റ് സണ്ണി തോമസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ബെന്നി കുര്യൻ, പീറ്റർ പന്തലാനി, TS റഷീദ്, ജോസ് മടുക്കക്കുഴി, ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് മാത്യു, ജോൺ മാത്യു മൂലയിൽ, KE ഷെരീഫ്, AV ജോർജ് കുട്ടി, ബെന്നി C ചീരഞ്ചിറ, ഫിറോസ് മാവുങ്കൽ, ജോർജ് കുട്ടി ഞള്ളാനി, KR മനോജ് കുമാർ, പ്രിൻസ് തോട്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു.
ആ മതം അനുഷ്ഠിക്കാനുള്ള അവകാശം, റൈറ്റ് ടു പ്രാക്ടീസ്, ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം, റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ കോൺഗ്രസ് അസംബ്ലി അംഗമായിരുന്ന KM മുൻഷി ബച്ചൻ ചോദിച്ചു, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ജവഹർലാലാണ് എഴുന്നേറ്റ് പറഞ്ഞത്, ഒരു മതത്തിനെ പ്രചരിപ്പിക്കാൻ അവകാശമില്ലെങ്കിൽ മതസ്വാതന്ത്ര്യം പൂർണ്ണമാകില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ 3 അവകാശങ്ങൾ, റൈറ്റ് ടു ബിലീവ്, റൈറ്റ് ടു പ്രാക്ടീസ്, റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്. നമ്മുടെ ഭരണഘടനയുടെ മതസ്വാതന്ത്ര്യ ഖണ്ഡികയിലല്ല മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിലാണ്. അത് നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മതപരിവർത്തനം തടയുന്ന നിയമങ്ങൾ പാസാക്കി. ഏറ്റവും ഒടുവിൽ കർണാടകത്തിലാണ് മതപരിവർത്തന നിയമം പാസാക്കി. ധാരാളം ആളുകൾ മതങ്ങൾ മാറുന്നു. ജാതിക്കെട്ടും ജാതിക്കൊണ്ടയുള്ള സമൂഹത്തിൽ ജാതിയുടെ ഘടനയിൽ നിന്ന് രക്ഷപ്പെടാൻ ധാരാളം പേര് മതങ്ങൾ മാറാറ്. വൈറലായി പഞ്ചായത്ത് മെമ്പറുടെ സേവ് ദി ഡേറ്റ് വീഡിയോ. തിടനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷെറിൻ ജോസഫ് പെരുമാക്കുന്നേലിൻ്റെയും ജോയ്സിൻ്റെയും വിവാഹക്ഷണത്തിൻ്റെ വീഡിയോയാണ് ഇതിനോടകം ശ്രദ്ധ നേടിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കറിയാച്ചൻ പൊട്ടനാനി ഉൾപ്പെടെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളുമാണ് വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത്. ചേറ്റത്തോട് പള്ളിയിലും പരിസരങ്ങളിലുമായി വെള്ളിമൂങ്ങ ചിത്രത്തിൻ്റെ ശൈലിയിലാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഡിമാരി മീഡിയയിലെ ജസ് ഫിലിപ്പ്, നവ്യ, ജസ്, സണ്ണിച്ചൻ കുരിശിങ്കൽ എന്നിവരാണ് തൊമ്മൻ്റെ ഉജ്ജ്വല വിജയം എന്ന ഈ സേവ് ദി ഡേറ്റ് വീഡിയോയ്ക്ക് പിന്നിൽ. ഇതാര് തൊമ്മനോ? അച്ഛ വിശേഷം സ്വീകരിക്കട്ടെ. എന്താ ഈ വഴിയൊക്കെ? അച്ഛ അത് പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ. എടാ തമ്പുരാന്റെ കൂടെ വോട്ടില്ലടാ. അളിയ ഇത്രയൊക്കെ സൗന്ദര്യം ഞാൻ ആഗ്രഹിച്ചുള്ളത്. കുഴപ്പമില്ലാത്ത കേസട്ടാ, വേണം നമുക്ക് ആലോചിക്കാനുള്ളൂ ഉള്ളൂ. പട്ടി വരുന്ന ഓടിച്ചോ. എന്തെങ്കിലും പറ്റിയോ? ഓ ഇല്ല, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് പേടിച്ചു പോയല്ലേ? പേടിച്ചുപോയി. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? വീണല്ലേ? തൊമ്മ ആള് വരുന്നുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ഉറപ്പിച്ചേക്കണേ. തൊമ്മ ഇതോടെ ഞാൻ തൊമ്മനല്ലേ? അതെ അതെ. ആ, ഇലക്ഷൻ വെക്കുന്നുണ്ടല്ലേ? ഏതാ എന്റെ ചിഹ്നം? നമ്മുടെ ചിഹ്നം 2 ആ, എന്റെ ഒരു വോട്ട് ഉറപ്പിക്കാട്ടോ. എന്നാ പിന്നെ ശരിക്കൊന്ന് ഉറപ്പിക്കാൻ ഞാൻ എന്നെ ചാച്ചനമ്മയെ മുന്നോട്ട് വിട്ടേക്കട്ടെ. പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ, അഴകുരുകിയ മുത്തല്ലേ, പ്രണയമെഴുതുതേ മധുതികേ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.